ഞങ്ങളുടെയൊക്കെ മനസ്സിനെ നൊമ്പരപ്പെടുത്തി നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? കണ്ണടച്ച് ഉറങ്ങാൻ കഴിയുന്നില്ല. നെഞ്ചിടിപ്പ് കൂടുന്നു. ഇതുപോലെ പീഡനങ്ങൾ സഹിച്ച് എത്രയോ സ്ത്രീജന്മങ്ങൾ ഇരുട്ടിനുള്ളിൽ എല്ലാം സഹിച്ച് കിടക്കുന്നുണ്ടാവുമെന്നോർത്ത് വീണ്ടും വീണ്ടും നെഞ്ചു പിടയുന്നു. ദയവായി പുറത്തു വരൂ നിങ്ങൾ. ആരെയും ഭയക്കണ്ട. ജീവിതം നിങ്ങളുടേതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ജീവിക്കണം. അവർ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ഒറ്റയ്ക്കാണെങ്കിലും പൊരുതി ജീവിക്കണം. സമൂഹം ഒറ്റപ്പെടുത്തുമെന്ന ഭയമുണ്ടോ നിങ്ങൾക്ക്? ഭർത്താവില്ലാതെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ സമൂഹം അപവാദങ്ങൾ പറഞ്ഞ് നിങ്ങളെ നശിപ്പിക്കുമെന്ന ഭയമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ അറിയാമല്ലോ. ഒരാളെ പ്രൂവ് ചെയ്ത് ജീവിക്കേണ്ട. നമ്മുടെ മക്കൾക്ക് നമ്മളെയുള്ളൂ. നമ്മൾ നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുന്നത് പോലെയോ സംരക്ഷിക്കുന്നത് പോലെയോ മറ്റൊരാൾക്ക് നമ്മുടെ കുട്ടികളെ സ്നേഹിക്കാനോ സംരക്ഷിക്കാനോ കഴിയില്ല. നിങ്ങൾ ഇനിയെങ്കിലും സ്വയം ചിന്തിച്ച് നല്ലൊരു തീരുമാനമെടുക്കുക. നിങ്ങൾ ബന്ധമൊഴിഞ്ഞു വന്നാൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ബന്ധുക്കളോട് എന്ത് മറുപടി പറയണമെന്ന ആശങ്കയുണ്ടാകും. നിങ്ങൾക്ക് പലപ്പോഴും അവരുടെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ ഈ ഒരു തീരുമാനമെടുക്കുന്നത്? എന്ത് ജോലി ചെയ്തും നമുക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. സമൂഹത്തിന്റെ കണ്ണിലോ ബന്ധുക്കളുടെ കണ്ണിലോ നിങ്ങൾ തെറ്റുകാരാകാം. പക്ഷേ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്നൊരു ബോധ്യമുണ്ടല്ലോ. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ എന്റെ വാക്കിനെ ഒന്ന് ശ്രദ്ധിക്കൂ. ജീവിതം ഇവരുടെയൊക്കെ മുമ്പിൽ ജയിച്ച് കാണിക്കുക. അത് കണ്ടവർ തലകുനിച്ച് നിൽക്കട്ടെ. ഒരു സ്ത്രീക്ക് ഏറ്റവും സുരക്ഷിതമാകേണ്ടത് അവളുടെ വീടാണ്. എല്ലാവരും അവളെ കണ്ടത് ചിരിച്ചും വളരെ സന്തോഷവതിയുമായിട്ടായിരുന്നു. പിന്നീട് അവളുടെ ആ ചിരി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായി മാറി. പക്ഷേ ആ ചിരിയുടെ പിന്നിൽ പകുതി രാത്രികളോളം കരഞ്ഞവളെ ആരും കണ്ടില്ല. ഭർത്താവിന്റെ മദ്യപാനം, നിരന്തരമായ പീഡനം, ദുരുപയോഗം, അതെല്ലാം അവൾ സഹിച്ചു. കുട്ടികൾക്ക് വേണ്ടി, കുടുംബം നിലനിൽക്കണമെന്നൊരു ആഗ്രഹത്തോടു കൂടി. പക്ഷെ എല്ലാം സഹിക്കുമ്പോഴും അവൾ തന്റെ അവസ്ഥ മാതാപിതാക്കളോട് പറയുമ്പോഴും സഹിക്കുമോളെ, എല്ലാവർക്കും ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഭർത്താവല്ലേ, കുട്ടികൾക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവളെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നു. ഞാൻ എത്ര സഹിക്കണം അമ്മേ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഈ സമൂഹം എന്ത് പറയും മോളെ? നിങ്ങൾ എവിടെ പോകും? കുട്ടികളെ എങ്ങനെ വളർത്തുമെന്നാകും മറുപടി. അത് കേൾക്കുമ്പോൾ വീണ്ടും അവിടെ തന്നെ ജീവിക്കാൻ തോന്നും. അവസാനം സഹിച്ച് സഹിച്ച് അവൾ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നു. ഇന്ന് അമ്മ കരയുന്നു, അച്ഛൻ തലക്കിടിച്ച് നിലവിളിക്കുന്നു. അതോടൊപ്പം അവൾ നൽകിയ സ്വർണത്തിന്റെ കണക്കും അവൾ അനുഭവിച്ച പീഡനങ്ങളും. ഇത് കേൾക്കുന്ന അച്ഛനമ്മമാരോട് അന്ന് ആ സങ്കടം കണ്ടപ്പോൾ സഹിക്കാൻ പറയാതെ അവൾക്ക് ധൈര്യം പകരണമായിരുന്നു. വേണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചു വരാനും ഞങ്ങൾ കൂടെ ഉണ്ടെന്നൊരു ധൈര്യം നൽകിയെങ്കിൽ ഇന്ന് അവർ മരണത്തിലേക്ക് പോകില്ലായിരുന്നു. അമ്മയായോ അച്ഛനായോ നിങ്ങൾ നിൽക്കുമ്പോൾ മക്കളെ ഭാരമായി കാണരുത്. അവരുടെ കഷ്ടതകൾ നിങ്ങൾ മനസ്സിലാക്കി ധൈര്യം കൊടുക്കുക തന്നെ വേണം. പെൺകുട്ടികളോട് ദയവായി സഹിക്കണമെന്ന് പറയരുത്. അവളുടെ നിശബ്ദതയെ ധൈര്യമായി കണക്കാക്കുകയും വരുത്. അവൾ ഒറ്റപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പിന്തുണ കുറവാണ് എന്നതാണ് അർത്ഥം. അമ്മമാരെ, അച്ഛന്മാരെ, ഇനിയൊരു മകളെയും അതിരുകളിലേക്കും മരണത്തിലേക്കും തള്ളരുത്. നിങ്ങളുടെ ഒരു ആലിംഗനം, നിനക്ക് ഞങ്ങളുണ്ടെന്നൊരു ആത്മവിശ്വാസം അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരും. ഇവിടെ അവസാനിക്കുന്ന ഓരോ സ്ത്രീയുടെ കഥയും ഒരു സമൂഹത്തിന്റെ തോൽവിയാണ്. ഇനി നമ്മൾ തോൽക്കില്ല എന്നൊരു തീരുമാനമെടുക്കാം.